ദേശീയ സാഹചര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവ് എത്രത്തോളം BJPക്ക് എതിരായി അവിടെ വിമർശനങ്ങൾ ഉയർത്തുന്നു, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ എത്രത്തോളം ആ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ സ്വാധീനം കുറയ്ക്കുന്നതിന് സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. കോൺഗ്രസിന് 100 സീറ്റ് എന്നതിലേക്ക് എത്താൻ കഴിഞ്ഞത് തന്നെ യഥാർത്ഥത്തിൽ ആ തരത്തിലുള്ള പ്രതിരോധം ശക്തമായി നിന്നതുകൊണ്ടാണ്. രാഹുലിൻ്റെ 2 യാത്രകൾ, ആ 2 യാത്രകൾ രാജ്യത്തുടനീളം നടന്ന യാത്രയാണ്. ആ യാത്ര കേരളത്തിലെത്തിയപ്പോൾ ആ യാത്രയോട് BJP വിരുദ്ധ യാത്രയോടുള്ള CPM-ന്റെ സമീപനം എന്തായിരുന്നു? കേരളത്തിലെത്തിയപ്പോൾ മറ്റൊരു സമീപനമായിരുന്നു. ദേശീയ തലത്തിൽ മറ്റൊരു സമീപനം. ദേശീയ തലത്തിൽ യെച്ചൂരി ആ യാത്രയ്ക്ക് സ്വാഗതമരളിയായിരുന്നു, യെച്ചൂരി പിന്തുണ നൽകുകയായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ആ സമരത്തെ ഏതൊക്കെ രൂപത്തിൽ അപമാനിക്കുന്ന പ്രതികരണങ്ങൾ ഇവിടുത്തെ യുവ നേതാക്കളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പിന്തുണ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ BJPക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് എന്ന് പറയുമ്പോൾ BJPക്ക് എതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട്, മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് രാജ്യത്തുടനീളം ഒരു നേതാവ് നടക്കുമ്പോൾ ആ നേതാവിനെ എങ്ങനെയാണ് കേരളം സ്വീകരിച്ചത്? അപ്പോൾ ഇവിടെ കേരളത്തിൽ കോൺഗ്രസും CPM-ഉം എന്ന 2 പാർട്ടികൾ തമ്മിലുള്ള മത്സരത്തിലേക്ക്, ആ ഒരു സമീപനത്തിലേക്ക് CPM ഇവിടുത്തെ സാഹചര്യത്തിൽ എത്തുകയായിരുന്നു. അപ്പോൾ അത് നമ്മുടെ മുന്നിലുണ്ട്.